നമസ്കാരം. ഞാൻ സുകുമാരി. ഓസ്ട്രോ സർവീസ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലാണിത്. ജ്യോതിഷ വിവരങ്ങൾ ജനോപകാരപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ധർമ്മം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യമായി ജനങ്ങളിൽ വളരെയേറെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വസുപഞ്ചക ദോഷത്തെ പറ്റിയാണ് വിവരിക്കുന്നത്. വസുപഞ്ചക ദോഷം കുംഭം, മീനം രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങൾ, അതായത് അവിട്ടം 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 5 നക്ഷത്രങ്ങളിൽ മരണം സംഭവിക്കുമ്പോഴാണ് നടക്കുന്നതെന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഈ നക്ഷത്രങ്ങളിൽ മാത്രം മരിച്ചതുകൊണ്ട് ഈ ദോഷം സംഭവിക്കണമെന്നില്ല. മറ്റ് 4 കാര്യങ്ങൾ കൂടി ഇതിനൊത്തു വരണം. അതായത് അവിട്ടം നക്ഷത്രത്തിൽ മരണം സംഭവിക്കണം, ചൊവ്വാഴ്ചയായിരിക്കണം, ഏകാദശി തിഥി ആയിരിക്കണം, വൃശ്ചിക ലഗ്നത്തിൽ മരണം സംഭവിക്കുകയും വേണം. ചതയം നക്ഷത്രത്തിൽ മരണം സംഭവിച്ചാൽ ബുധനാഴ്ചയാകണം, ദ്വാദശി തിഥി ആയിരിക്കണം, ധനു ലഗ്നത്തിൽ മരണം സംഭവിക്കണം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ മരണം നടന്നാൽ അന്ന് വ്യാഴാഴ്ചയായിരിക്കണം, ത്രയോദശി തിഥിയായിരിക്കണം, മകരലഗ്നത്തിൽ മരണം സംഭവിക്കുകയും ചെയ്യണം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ മരണം നടന്നാൽ വെള്ളിയാഴ്ചയായിരിക്കണം, ചതുർദശി തിഥിയായിരിക്കണം, കുംഭലഗ്നത്തിൽ മരണം സംഭവിക്കുകയും വേണം. രേവതി നക്ഷത്രത്തിൽ മരണം നടന്നാൽ ശനിയാഴ്ചയാകണം, വാവു ദിവസമായിരിക്കണം, മീന ലഗ്നത്തിൽ മരണം നടക്കുകയും വേണം. ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഒത്തുവന്നാൽ മാത്രമേ വസുപഞ്ചക ദോഷത്തിൻ്റെ പ്രസക്തിയുള്ളൂ. എന്നാൽ ഈ 4 കാര്യങ്ങളും ഒത്തുവരുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ്. ധാരാളം വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ വന്നെങ്കിലായി. ഈ ഇല്ലാത്ത ദോഷത്തിനാണ് പൂജാരിമാർ മൃത്യുജ്ഞ ഹോമം, യമരാജ ഹോമം എന്നിവ നടത്തിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്നത്. ഈ പറഞ്ഞ സമയങ്ങളിൽ മരണം സംഭവിച്ചാൽ സാധാരണഗതിയിലുള്ള ശവദാഹം പാടില്ല എന്ന് ഗരുഡ പുരാണത്തിൽ പറയപ്പെടുന്നു. പരിഹാരം ചെയ്തില്ലെങ്കിൽ പുത്രന്മാർ, ബന്ധുക്കൾ എന്നിവർക്ക് മരണം സംഭവിക്കാം. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ പുല കഴിഞ്ഞ് ഭവനം ശുദ്ധി ചെയ്ത് മൃത്യുജ്ഞ ഹോമവും യമരാജ ഹോമവും നടത്തുക. പിതൃകർമ്മം ചെയ്ത വ്യക്തിയുടെ ജന്മനക്ഷത്രം തോറും 1 വർഷക്കാലം ശിവക്ഷേത്രത്തിൽ മൃത്യുജ്ഞ അർച്ചനയും രുദ്ര അഭിഷേകവും നടത്തുക എന്നുള്ളതാണ്. ഇനി ഈ പഞ്ചദോഷത്തിൻ്റെ പറ്റിയുള്ള നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. പുതിയൊരു വിഷയമായിട്ട് അടുത്ത ചാനലിൽ വരുന്നതാണ്. നമസ്കാരം.